വിശദമായ വാർത്തകളിലേക്ക്. ജില്ലാ കോടതിയിൽ ബോംബ് ഭീഷണി. ഇടുക്കി തൊടുപുഴ മുട്ടത്തെ ജില്ലാ കോടതിയിലാണ് ഇമെയിൽ വഴി മനുഷ്യ ബോംബ് ഭീഷണി വന്നത്. മുട്ടം, തൊടുപുഴ, കാഞ്ഞാർ സ്റ്റേഷനുകളിൽ നിന്ന് പോലീസ് സംഘം സ്ഥലത്തെത്തി. കൂടുതൽ വിവരങ്ങളുമായി ലാജി പ്ലാത്തോട്ടം ചേരുന്നുണ്ട്. ലാജി, മനുഷ്യ ബോംബ് ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിയും ബോംബ് സ്ക്വാഡും അടക്കം സ്ഥലത്തെത്തിയോ? എന്താണ് കോടതി വളപ്പിലെ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ? ഷിബിനെ, ഇടുക്കി മുട്ടം ജില്ലാ സെഷൻസ് കോടതിയിലാണ് മനുഷ്യബോംബ് പൊട്ടിത്തെറിക്കുമെന്ന് ഇമെയിൽ ഭീഷണി സന്ദേശം ലഭിച്ചത്. ഉച്ചയ്ക്ക് 1:15 സ്ഫോടനം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷൻ TNO എന്ന സംഘടനയുടെ പേരിലാണ് ഭീഷണി സന്ദേശം എത്തിയിരിക്കുന്നത്. മുഹമ്മദ് അസ്ലം വിക്രം എന്നയാളുടെ പേരിലാണ് ഇമെയിൽ സന്ദേശം വന്നിരിക്കുന്നത്. സംഭവ സ്ഥലത്ത് തൊടുപുഴ, മുട്ടം, കാഞ്ഞാർ സ്റ്റേഷനിലെ പോലീസും ഇടുക്കി SP ഉൾപ്പെടെ ബോംബ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടന്നു. കോടതിയിലുള്ള ജോലിക്കാരെ, പൊതുജനങ്ങളെല്ലാം പുറത്തിറക്കിയിരിക്കുകയാണ്. കോടതി നടപടികൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ഷിബിൻ, ലാജി, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും വിശദീകരണം വന്നിട്ടുണ്ടോ? പോലീസിന്റെ ഭാഗത്തുനിന്ന് വിശദീകരണമൊന്നും ഇതുവരെയും വന്നിട്ടില്ല. പോലീസ് പരിശോധന ശക്തമായി നടക്കുന്നു. ഷിബിൻ, ശരി ലാജി, വിവരങ്ങൾ വ്യക്തമാകുന്നു. ജില്ലാ കോടതിയിലാണ് ബോംബ് ഭീഷണി. ഇടുക്കി തൊടുപുഴ മുട്ടത്തെ ജില്ലാ കോടതിയിലാണ് ഇമെയിൽ വഴി മനുഷ്യ ബോംബ് ഭീഷണി വന്നത്. ഉച്ചയ്ക്ക് 1:15 സ്ഫോടനം ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. മുട്ടം, തൊടുപുഴ, കാഞ്ഞാർ സ്റ്റേഷനുകളിൽ നിന്ന് പോലീസ് സംഘം സ്ഥലത്തെത്തിയിരിക്കുന്നു. കോടതിയിലെ ജീവനക്കാരെ മുഴുവൻ പുറത്തിറക്കി. ഇടുക്കി SP യും ബോംബ് സ്ക്വാഡും ഉടൻ തന്നെ സ്ഥലത്തെത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്.